ഡൈൻസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പം നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈൻസ് അല്ലേ. നമ്മളതിനെ ക്യുമുലേറ്റഡ് ഡൈൻസ് എന്ന് വിളിക്കും. അതൊരു ടൈപ്പാണ്. അതായത് അഡ്ജസൻ്റ് ആയിട്ട് ഡബിൾ ബോണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ഡൈൻസ് എന്നത് എല്ലാവർക്കും അറിയാം അല്ലേ. ഡൈ എന്ന് വെച്ചാൽ 2 എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട്. അപ്പം ഇതിൽ അടുത്തടുത്ത് വരുവാണെങ്കിൽ നമ്മളിതിനെ എന്ത് വിളിക്കും? ക്യുമുലേറ്റഡ് ഡൈൻസ് എന്ന് വിളിക്കും. ഇനി അതേസമയം ടോട്ടലി വേറിട്ട് നിൽക്കുന്ന ഡൈനുകളാണെങ്കിൽ ഒന്ന് ഇപ്പം നോക്കി ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ രണ്ടാമത്തത് നാലാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡൈനുകൾ വരുവാണെങ്കിൽ നമ്മളിതിനെ ഐസൊലേറ്റഡ് ഡൈൻസ് എന്ന് വിളിക്കും. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് അതെന്താ? അതാണ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ള കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. ഇതിങ്ങനെ 1 2 3 4 5 6 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ സെക്കൻഡ് പൊസിഷനിലുണ്ട്. പിന്നെ എന്താ വരുന്നത്? പിന്നെ അത് വരുന്നത് ഫോർത്ത് പൊസിഷനിലാണ്. അപ്പം ഒരു ഓൾട്ടർനേറ്റ് പൊസിഷനിലായിട്ട്, അതായത് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല, അതേസമയം ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നു. ഇവിടെ വന്നു, പിന്നെ ഇവിടെ ഇല്ല, പിന്നെ ഇവിടെ വീണ്ടും വന്നു. അതിനെയാണ് കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, സ്റ്റെബിലിറ്റി കാര്യങ്ങൾ. ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് വെച്ചാൽ. അപ്പം ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഫ്രം 1 ബ്യൂട്ടീനാണ്. അപ്പം 1 ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നത് കാരണമാണ് നമ്മളിതിനെ 4 കാർബൺ കോമ്പൗണ്ട് വന്നതുകൊണ്ടാണ് നമ്മളിതിനെ 1 ബ്യൂട്ടീൻ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് 1 ബ്യൂട്ടീൻ. ഈ 1 ബ്യൂട്ടീനിലോട്ട് നമ്മൾ ഏറ്റവും ആദ്യം ബ്രോമിൻ ആഡ് ചെയ്യും. അപ്പോൾ ബ്രോമിൻ ആഡ് ചെയ്യുമ്പം ഹെറ്ററോറ്റിക് ഫിഷൻ നടന്നിട്ട് രണ്ട് സാധനമായിട്ടത് മാറും, Br+ഉം Br-ഉം. അതിൽ Br- എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ പൊസിഷൻ 1 2 3 തേർഡ് പൊസിഷനിലുള്ള കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ Br- വരും, ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ അങ്ങ് എടുക്കും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? HBr ആയിട്ട് മാറും. അതാണ് ഞാനിവിടെ -HBr എന്നിട്ടേക്കണേ. അപ്പം ശരിക്കും HBr അബ്സ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ മെക്കാനിസം പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം Br വന്നിട്ട് Hനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് പോവുക? H+ ആയിട്ട് പോവുക. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും അല്ലേ. ആ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് നമ്മുടെ Brൻ്റെ അടുത്ത പാർട്ട്, അതായത് പ്ലസ് പാർട്ട് വന്നിട്ട് അഡീഷൻ നടക്കും. അപ്പോൾ ഈ തേർഡ് പൊസിഷനിലോട്ട് ഒരു Br വന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? കണ്ടോ, അതായത് 1 2 3 തേർഡ് പൊസിഷനിൽ ആ Br ആഡായി. ഇനി ശരിക്കും അത് Br2 ബ്രേക്ക് ചെയ്തപ്പം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത Br+ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അഡീഷൻ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിന് നമ്മൾ 2 ബ്രോമോ ബ്യൂട്ടി എന്ന് വിളിക്കും. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ബേസാണ്. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു 2 പാർട്ട്, K+ഉം OH- അല്ലേ. ഇതിൻ്റെ K+ൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇവിടെ K+ വന്നിട്ട് ഈ Brനെ അങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? KBr ആയിട്ട് മാറും. അതേപോലെ OHനൊരു ജോലിയുണ്ട്. ആ OH എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വന്നിട്ട് H3യിലുള്ള ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? H2O ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു ഇലക്ട്രോൺസ് വീതം വരും. ആ ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്തിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ പൊസിഷനിൽ നമുക്കൊരു ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കേട്ടോ, അത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന Brഉം പിന്നെ ഇപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജന് പോയിട്ട് നമുക്ക് എന്ത് കിട്ടുക? യു വിൽ ഗെറ്റ് എ ഡബിൾ ബോണ്ട് തിയർ. അങ്ങനെയാണ് 1,3 ബ്യൂട്ടാഡൈൻ ഇവിടെ ഉണ്ടാവുന്നത് വിത്ത് ദ എലിമിനേഷൻ ഓഫ് എ മോളിക്യൂൾ ഓഫ് പൊട്ടാസ്യം ബ്രോമൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിത്ത് ദ റിമൂവൽ ഓഫ് ബ്രോമിൻ ആൻഡ് ഹൈഡ്രജൻ ഫ്രം ദി അഡ്ജസൻറ്റ് പൊസിഷൻ. ഓക്കെ, അതൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് ഫ്രം 1 ബ്യൂട്ടീൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഫ്രം അസെറ്റിലീൻ ആണ്. അസെറ്റിലീൻ എന്താണെന്ന് അറിയാം അല്ലേ? CH ട്രിപ്പിൾ ബോണ്ട് CH3. ഇതിനെയാണ് നമ്മൾ അസെറ്റിലീൻ എന്ന് വിളിക്കുന്നത്.
ഇത് 2 മോളിക്യൂൾസ് എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം അമോണിയം ക്ലോറൈഡും കോപ്പർ ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിനൈൽ അസറ്റിലീൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ കിട്ടും. എന്താണ് വിനൈൽ അസറ്റിലീൻ? CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് വിനൈൽ അസറ്റിലീൻ. അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. ആ കാറ്റലിസ്റ്റിൻ്റെ പേര് ലിൻഡാസ് കാറ്റലിസ്റ്റ്. ഇതൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇത് റെഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ സെലക്റ്റീവ്ലി ട്രിപ്പിൾ ബോണ്ട് ഉള്ള പൊസിഷൻ ആണ് ലിൻഡാസ് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താക്കി മാറ്റും? അത് ഡബിൾ ബോണ്ടാക്കി മാറ്റും. അപ്പോൾ സ്പെസിഫിക്കലി എല്ലാ ബോണ്ടുകളും ലിൻഡാസ് കാറ്റലിസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ആകെ ട്രിപ്പിൾ ബോണ്ടിനെ അത് റെഡ്യൂസ് ചെയ്ത് ഡബിൾ ബോണ്ടാക്കി മാറ്റും. ഓക്കെ, ഡബിൾ ബോണ്ടിനെ അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈ പൊസിഷൻ എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ടായിട്ട് മാറി. അഗെയിൻ യു വിൽ ഗെറ്റ് 1,3-butadiene ഡൈ. നമുക്കൊരു കോൺജുഗേറ്റഡ് ഡൈ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഫ്രം 1,4-butane ഡയോൾ. ഇത് 2 ആൽക്കഹോളുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഫസ്റ്റ് പൊസിഷനിലും പിന്നെ അതേപോലെ തന്നെ 4th പൊസിഷനിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആൽക്കഹോളിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4. ഫസ്റ്റ് പൊസിഷനിൽ ആൽക്കഹോളുണ്ട്, 4th പൊസിഷനിലും ആൽക്കഹോളുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യുക? ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ചെയ്യും. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ യു നോ വാട്ട് ഇറ്റ് ഈസ്, റിമൂവൽ ഓഫ് വാട്ടർ. അപ്പോൾ 2 മോളിക്കുലർ വാട്ടർ ഇവിടെ പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ആസിഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന OHും തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ എന്നുള്ള ഒരു ഹൈഡ്രജനെയും എടുക്കും. എന്നിട്ട് അതെന്താവും? ഒരു വാട്ടർ മോളിക്യൂൾ ഇവിടെ നിന്ന് വരും. അതേപോലെ ഇപ്പോഴത്തെ സൈഡിലും സംഭവിക്കും. ഇവിടെ നിന്ന് ഒരു OHും തൊട്ടടുത്തുള്ള കാർബൺ എന്നുള്ള ഹൈഡ്രജൻ തമ്മിൽ കമ്പൈൻ ചെയ്യും. എന്നിട്ട് അഗെയിൻ ഇറ്റ് വിൽ ബി എലിമിനേറ്റഡ് ആസ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. അപ്പോൾ 2 മോളിക്യൂൾ ഓഫ് വാട്ടർ ഇവിടെ എലിമിനേറ്റ് ആവും. അത് പോകുന്ന സ്ഥലത്ത്, അതായത് ഈ പൊസിഷനിലും അതേപോലെ ഈ പൊസിഷനിലും അത് സിംഗിൾ ബോണ്ട് ആണല്ലോ, അത് ഡബിൾ ബോണ്ടായിട്ട് കൺവേർട്ട് ആവും. ആൻഡ് യു വിൽ ഗെറ്റ് 1,3-butadiene. 4ാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഇസ് ഫ്രം ബ്യൂട്ടേൻ. ഇതെന്താ? CH3 CH2 CH2 CH3 അല്ലേ. ദിസ് ഇസ് ബ്യൂട്ടേൻ. ഇതിൽ നമ്മൾ ഹൈഡ്രോജനേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഡീഹൈഡ്രോജനേഷൻ എന്ന് വെച്ചാൽ? ഡീഹൈഡ്രോജനേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഡീഹൈഡ്രോജനേഷനിൽ ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ റിമൂവൽ ഓഫ് എന്താ ചെയ്യുന്നത്? യു ആർ ഗോയിങ് ടു റിമൂവ് ഹൈഡ്രജൻ. ഇനി ഈ പൊസിഷൻ നോക്കുക. ആദ്യത്തെ പൊസിഷനും രണ്ടാമത്തെ പൊസിഷനും 3 4 1 2 പൊസിഷനിൽ നിന്നും ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ പോവും. അതേപോലെ അഡ്ജസൻ കാർബൺ നിന്നും ഹൈഡ്രജൻ പോവും. അപ്പം -H2. അതേപോലെ 3ും 4ും നിന്നും അഡ്ജസൻ്റ് ആയിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്നും പോവും. അതേപോലെ തന്നെ ഇവിടെ നിന്നും പോവും. അപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടെ റിമൂവ് ആയി. ആ 2 ഹൈഡ്രജൻ പോയ കാർബണുകളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ടായിട്ട് കൺവേർട്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് 1,3-butadiene കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം ബ്യൂട്ടൈൻ. ഓക്കെ, അപ്പോൾ ഈ 4 മെത്തേഡുകളാണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ പഠിക്കാനുള്ളത് ഫോർ കോൺജുഗേറ്റഡ് ഡൈൻ. നെക്സ്റ്റ് റിയാക്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് റിയാക്ഷൻസ് ആണ് കോൺജുഗേറ്റഡ് ഡൈൻസിൻ്റെ പഠിക്കാനുള്ളത്. അപ്പം 2 എക്സാമ്പിൾസ് ആണ് ഇതിൽ വരിക. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഓഫ് കോൺജുഗേറ്റഡ് ഡൈൻസിൽ ഒന്ന് അഡീഷൻ ഓഫ് ബ്രോമിൻ. അപ്പോൾ നമ്മളതിനെ ബ്രോമിനേഷൻ എന്ന് വിളിക്കും. പിന്നെ രണ്ടാമത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, അതായത് HBr ഹൈഡ്രജൻ ബ്രോമൈഡ് പോലെയുള്ള. അപ്പോൾ ആദ്യം നമുക്ക് ബ്രോമിനേഷൻ, അതായത് അഡീഷൻ ഓഫ് ബ്രോമിൻ്റെ നോക്കാം. കോൺജുഗേറ്റഡ് ഡൈൻ്റെ റിയാക്ഷൻസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോൺജുഗേറ്റഡ് ഡൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ നമ്മളതിനെ കോൺജുഗേറ്റഡ് ഡൈൻ എന്ന് വിളിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള 1,3-butadiene. ഇതിലോട്ട് നമ്മൾ ബ്രോമിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും 2 പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് 2 ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ഇതിൻ്റെ അഡീഷൻ നടക്കാം. ഒന്ന് 1,2 അഡീഷൻ എന്ന് നമ്മൾ വിളിക്കും, മറ്റേത് 1,4 അഡീഷൻ എന്ന് വിളിക്കും. അപ്പം ഈ നമ്പറിങ് എഴുതിയെന്ന് തന്നെ ക്ലിയർ ആണ്. ഏത് കാർബണിലോട്ടാണ് അതിനെ ആഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ 1,2 അഡീഷൻ എന്നും 1,4 അഡീഷൻ എന്നും വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രോമിൻ അത് ഈ പറയുന്ന
ഫസ്റ്റ് കാർബൺ. ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ അത് പോകുന്നത് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 കാർബണിലേക്കാണെങ്കിൽ നമ്മളതിനെ 1 ടു അഡീഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഈ നമ്പറിങ് നോക്കണ്ട കേട്ടോ, അതിന് വേറെ കാര്യമുണ്ട്, അത് ഞാനിത് കഴിയുമ്പോൾ പറഞ്ഞുതരാം. എന്തായാലും ഈ 2 കാർബൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാർബണിലോട്ടും പിന്നെ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാർബണിലോട്ടുമാണ് നമ്മുടെ ബ്രോമിൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ 1 ടു അഡീഷൻ എന്ന് വിളിക്കും. പക്ഷേ പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇതിനെ 3,4 ഡൈബ്രോമോ 1 ബ്യൂട്ടി എന്ന് നെയിം ചെയ്തേക്കണേ? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ കോമ്പൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പം ഡബിൾ ബോണ്ടിനാ പ്രയോറിറ്റി കിട്ടുക. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടിൻ്റെ പ്രയോറിറ്റി വെച്ചിട്ട് നമ്മളിതിനെ നമ്പർ ചെയ്യുമ്പോൾ ഈ കാർബണാണ് നമ്പറിങ് 1 കിട്ടുന്നത്. ഇത് 2, 3, 4 അങ്ങനെ അതിൻ്റെ നമ്പറിങ് പോകുന്നത്. പക്ഷേ അഡീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ കാർബണിലോട്ടും അതിനോട് തൊട്ടടുത്തുള്ള കാർബണിലോട്ടും ആണ് അഡീഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് 1 ടു അഡീഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ നെയിമിങ് വരാൻ നേരത്ത് 3,4 ഡൈബ്രോമോ അതിൻ്റെ പൊസിഷൻ IUPAC നോമൻക്ലേച്ചർ വെച്ചിട്ടാണല്ലോ നമ്മളതിനെ നമ്പർ ചെയ്യുന്നത്, നോമൻക്ലേച്ചർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ പേര് 3,4 ഡൈബ്രോമോ 1 ബ്യൂട്ടി എന്നായത്. ബട്ട് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ 1 ടു അഡീഷൻ പ്രോഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഒരു കാർബണിൽ അഡീഷൻ നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കാർബണിൽ തന്നെ രണ്ടാമത്തെ ബ്രോമിൻ്റെ അഡീഷൻ നടക്കും. അപ്പോൾ 1,4 അഡീഷൻ എന്തായിരിക്കും? ഒരു കാർബണിൽ ബ്രോമിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീഷൻ നടക്കാൻ പോകുന്നത് 4ാമത്തെ കാർബണിലാണ്. അതിനെയാണ് നമ്മൾ 1,4 അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കാം? 1,4 ഡൈബ്രോമോ 2 ബ്യൂട്ടീൻ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ബ്യൂട്ടീൻ എന്ന് പറയുന്നതിൻ്റെ, അതായത് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 1,4 അഡീഷൻ നടക്കുമ്പം അതിൻ്റെ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ കണ്ട ഡബിൾ ബോണ്ട് അല്ലേ, അത് മാറിയിട്ട് ഈ 2, 3 എന്ന് പറയുന്ന ഇടയിലോട്ട് ആ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരും. അതേസമയം ഇതിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെയില്ല. 3, 4ൻ്റെ ഇടയിലുള്ള ഡബിൾ ബോണ്ടിലോട്ടാണ് ബ്രോമിൻ ആഡ് ചെയ്തത്. അത് കാരണം ഇവിടെ പ്രശ്നമില്ല, പൊസിഷനിൽ വലിയ ചേഞ്ച് ഇല്ല. ആകെ ഒരു ഡബിൾ ബോണ്ട് അഡീഷൻ കഴിയുമ്പോൾ പോകുന്നുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. അതാണ് 1,4 അഡീഷൻ്റെ പ്രത്യേകത. പക്ഷേ പ്രോഡക്റ്റ് വരുമ്പോൾ ഇറ്റ് വിൽ ബി 1,4 ഡൈബ്രോമോ 2 ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് കിട്ടാം. നെക്സ്റ്റ്, ഫ്രീ റാഡിക്കൽ അഡീഷൻ ഓഫ് കോൺജുഗേറ്റഡ് ഡൈൻ. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടതാണ്, ഇൻക്ലൂഡിങ് വാട്ട് ഈസ് എ റിയാക്ഷൻ ആൻഡ് ടു റൈറ്റ് ദ മെക്കാനിസം. ഇങ്ങനെയായിരുന്നു ആ റിയാക്ഷൻ. അപ്പോൾ നമുക്കത് നോക്കാം. വാട്ട് ഈസ് ഫ്രീ റാഡിക്കൽ അഡീഷൻ ഓഫ് കോൺജുഗേറ്റഡ് ഡൈൻ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ല, ഹൈഡ്രജൻ ഹാലൈഡ് അതിൻ്റെ അഡീഷനാണ്. അപ്പോൾ അതിൻ്റെ 1,4 അഡീഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷനാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ബ്രോമിൻ്റെ അഡീഷൻ പോലെ തന്നെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ഉണ്ട് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഞാൻ പറയാം നമ്മൾ എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഹൈഡ്രജൻ HBr ആണല്ലോ ആഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ BRും കിട്ടും, H ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡീഷൻ നടക്കുന്നത് നേരത്തെ പോലെ 1 ടു അഡീഷൻ ആണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു BR ആയിരുന്നെങ്കിൽ ഇപ്പോൾ പൊസിഷന് പകരം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി? ഒരു ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ ഡിഫറൻസ്. BRന് പകരം ഹൈഡ്രജൻ ആഡ് ചെയ്യുക. മറ്റൊടത്ത് BR2 ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യണത് ഏതാ? HBr ആണ്. അപ്പോൾ HBr ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് പൊസിഷനിൽ ഹൈഡ്രജൻ, സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ വരും. നമ്മളിതിനെ 2 ബ്രോമോ 1 ബ്യൂട്ടി എന്ന് വിളിക്കും. ഇത് ഏത് ടൈപ്പ് അഡീഷനാണ്? ഇത് 1 ടു അഡീഷൻ. അപ്പം ഫസ്റ്റ് കാർബണിൽ H ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കാർബണിൽ തന്നെ BR ആഡ് ചെയ്യും. സോ ഇത് ഏത് ടൈപ്പ് അഡീഷനാണ്? 1 ടു അഡീഷനാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പോൾ സപ്പോസ് 1,4 അഡീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതെന്താ നമുക്കറിയാം. ആദ്യത്തേത് ഒരു കാർബണിലാണെങ്കിൽ പിന്നത്തെ അഡീഷൻ നടക്കാൻ പോകണമെങ്കിൽ ഫസ്റ്റ് കാർബണിലാണെങ്കിൽ പിന്നത്തെ അഡീഷൻ നടക്കാൻ പോകണം ഫോർത്ത് കാർബണിലായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് കാർബണിൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ BR ഇസ് ഗോയിങ് ടു ഗെറ്റ് ആഡഡ് ടു ദ ഫോർത്ത് കാർബൺ. അപ്പം ഇനി പക്ഷെ നമ്മൾ ഇതിനെ നെയിം ചെയ്യുമ്പോൾ നമുക്കറിയാം BR 1 പൊസിഷൻ, ഇതിൻ്റെ പൊസിഷൻ നമ്പർ ചെയ്യുമ്പോൾ
ഇതിൻ്റെ ആൽക്കീൻ ഡബിൾ ബോണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഏത് പൊസിഷനിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ, കാരണം അതിൻ്റെ ഇടയിലാണ് കിടക്കണം 1 2 3 4. അപ്പോൾ നമ്മൾ ബി ആറിന് നമ്പറിങ് ഫസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് കൊടുക്കുക. അന്നേരം ഇതിൻ്റെ നെയിമിങ് എന്നെ അറിയും 1 ബ്രോമോ 2 ബ്യൂട്ടീൻ, കാരണം സെക്കൻഡ് പൊസിഷനിലാണ്, ഇവിടെയാണല്ലോ ഡബിൾ ബോണ്ട് വന്നത്. 1 ബ്രോമോ 2 ബ്യൂട്ടീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് അഡീഷനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,4 അഡീഷൻ, കാരണം ഫസ്റ്റ് കാർബണിൽ അഡീഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോർത്ത് പൊസിഷനിലുള്ള കാർബണിലാണ് നമ്മുടെ ആഡ് ചെയ്തിരിക്കുന്നത്, ഹൈഡ്രജൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഏത് രീതിയിൽ നോക്കാം കേട്ടോ. നെയിമിങ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 1 ബ്രോമോ 2 ബ്യൂട്ടി എന്ന് പറയുന്ന നെയിമിങ് ആയിരിക്കും അതിന് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഫ്രീ റാഡിക്കൽ അഡീഷൻ ഓഫ് കോൺജുഗേറ്റ് ടൈം. ഇതിലെന്താ സംഭവിക്കണത് വെച്ചാൽ ഒരു 1,4 അഡീഷൻ മെക്കാനിസമാണ് ഇവിടെ ഫോളോ ചെയ്യണത്. ഇതിൻ്റെ ഒരു മെക്കാനിസം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ വിൽ ഗെറ്റ് ആഡഡ് ടു ഒരു കാർബൺ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാമത്തെ കാർബണിലേക്ക് ആയിരിക്കും നമ്മുടെ ബി ആർ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ വരും. ആൻഡ് ദ പൊസിഷൻ വിൽ ബി ഈ രീതിയിലാണ്. ഫസ്റ്റ് കാർബണിൽ ഹൈഡ്രജൻ ആൻഡ് ഫോർത്ത് കാർബണിൽ ബ്രോമിൻ ആൻഡ് ദ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് 1 ബ്രോമോ 2 ബ്യൂട്ടീൻ. അപ്പം ഇതിൻ്റെ മെക്കാനിസം ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് ഇത് ഈ ഒരു പ്രൊഡക്റ്റായിട്ട് മാറിയെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. ഓക്കെ, അപ്പം ഇനീഷ്യേഷൻ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ നമുക്കിതിനെ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്നും വിളിക്കാം. ഇതിലെന്താ സംഭവിക്കണേ, നമ്മുടെ HBr ഉണ്ടല്ലോ, ഇറ്റ് വിൽ അണ്ടർഗോ ഹോമോലിറ്റിക് ഫിഷൻ. അപ്പോൾ നമുക്കറിയാം HBr ദേ ആർ ജോയിൻഡ് ടുഗെദർ ബൈ മീൻസ് ഓഫ് 2 ഇലക്ട്രോൺ ഷെയറിങ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പം ഇതിൻ്റെ ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ടു പേർക്കും ആ ബോണ്ടിൻ്റെ ഓരോ ഇലക്ട്രോൺ വീതം കിട്ടും. ഹൈഡ്രജനും കിട്ടും, ബ്രോമിൻ കിട്ടും. അതാണ് ഞാനിവിടെ ഒരു ഡോട്ട് വെച്ചിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതെന്താ, അത് ദേ ആർ കോൾഡ് ആസ് ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇതൊരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലാണ്, ഇതൊരു ബ്രോമിൻ ഫ്രീ റാഡിക്കലാണ്. അപ്പം ഏറ്റവും ആദ്യം ഹോമോലിറ്റിക് ഫിഷൻ നടന്നിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രൊപ്പഗേഷനാണ്. ഈ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ചെയിൻ റിയാക്ഷൻ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ട് നമ്മളതിനെ ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കണേ. ഇത് ശ്രദ്ധിക്കേണ്ടത് ബി ആർ ഡോട്ട് വരും, അതായത് ദിസ് ഈസ് നത്തിങ് ബട്ട് ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടായെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു അല്ലേ. സിംഗിൾ ബോണ്ടിന് ഹോമോലിറ്റിക് ഫിഷൻ നടന്നിട്ട് ഇപ്പം ഈച്ച് വൺ വിൽ ഗെറ്റ് എൻ ഇലക്ട്രോൺ. അപ്പോൾ ബി ആറിന് ഒരു ഇലക്ട്രോൺ കിട്ടിയത് കാരണം ഇറ്റ് വിൽ ബിക്കം ബി ആർ ഡോട്ട്, ദിസ് ഈസ് ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. ഇത് ഈ പറയുന്ന ഡബിൾ ബോണ്ടിൻ്റെ അടുത്തേക്ക് വരും. ഡബിൾ ബോണ്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഡബിൾ ബോണ്ട് സ്പ്ലിറ്റ് ആവും. ഡബിൾ ബോണ്ട് സ്പ്ലിറ്റ് ആവും എന്ന് പറയുമ്പോഴും അതിലൊരു കാര്യമുണ്ട്, അതിലുള്ള പൈ ബോണ്ട്, ഓക്കെ, പൈ ബോണ്ടാണല്ലോ വീക്കർ ബോണ്ട്, അത് സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ഞാൻ ഈ ബോണ്ടാണ് പൈ ബോണ്ട് ആക്കണമെന്ന് വിചാരിച്ചു, അത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനുള്ള ഇലക്ട്രോണുകൾ ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്കും പോവും. അതാണ് ഹോമോലിറ്റിക് ഫിഷൻ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. അപ്പം ഇതിലെന്ത് സംഭവിച്ചേ, നേരത്തെ പോലെ തന്നെ ഡബിൾ ബോണ്ട് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പം അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ കിടന്ന CH2-ന് ഓരോ ഇലക്ട്രോണുകൾ വീതം കിട്ടും. അതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. സോ ഇറ്റ് അഗെയിൻ ബിക്കെയിം അനദർ ഫ്രീ റാഡിക്കൽ അല്ലേ. അപ്പോൾ ഒരു ഫ്രീ റാഡിക്കൽ കാരണം വേറൊരു ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ആവുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കിട്ടിയ ബി ആറിൻ്റെ കയ്യിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇപ്പോൾ ജനറേറ്റ് ആയിരിക്കുന്ന ഇവിടെ CH2-ൻ്റെ കയ്യിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. അത് രണ്ടും കൂടി ഷെയറിങ് നടക്കും അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഷെയറിങ് വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ഇറ്റ് വിൽ ഫോം എ ബോണ്ട്. അപ്പം ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തു. അപ്പോഴും നമ്മൾ നേരത്തെ ഫോം ചെയ്ത ഫ്രീ റാഡിക്കൽ അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി അനദർ ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽ. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു പൈ ബോണ്ട് ഉണ്ട്, കാരണം അത് ഡബിൾ ബോണ്ട്, അപ്പോൾ ഇതിലൊരു പൈ ബോണ്ട് കാണുമല്ലോ, ദാറ്റ് ഈസ് എ വീക്കർ പൈ ബോണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അഗെയിൻ ഇറ്റ് വിൽ അണ്ടർഗോ ഹോമോലിറ്റിക് ഫിഷൻ. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ആവും, ഈച്ച് കാർബൺ വിൽ ഗെറ്റ് എൻ ഇലക്ട്രോൺ ഈച്ച്. അപ്പോൾ അവിടെ എന്തുണ്ടായ, അവിടെ ഒരു ഫ്രീ റാഡിക്കൽ
ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു CH ഒരു ഇലക്ട്രോൺ വരും, ഇപ്പുറത്തും CH2 ഒരു ഇലക്ട്രോൺ വരും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റേജിൽ ഇപ്പം ഇവിടെ ഒരു ഫ്രീ റാഡിക്കലായിട്ട് നിൽപ്പുണ്ട്, ഇപ്പുറത്ത് ഒരു ഫ്രീ റാഡിക്കലായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇടയിൽ ഷെയറിങ് നടക്കും. ആ രണ്ട് ഇലക്ട്രോണുകളുടെ ഇടയിൽ ഷെയറിങ് നടന്നിട്ട് ഇറ്റ് വിൽ ദെൻ ഫോം എ ഡബിൾ ബോണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അപ്പോഴും ദാ അവിടെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഫ്രീ റാഡിക്കൽ അപ്പോഴും ഇരിപ്പുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ്. അപ്പം ഇതിലെന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ സൊല്യൂഷനിലുള്ള HBr എഗെയിൻ ഹോമോലിറ്റിക് ഫിഷൻ നടന്നിട്ട് ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലിനെ ജനറേറ്റ് ചെയ്യും. ദിസ് ഈസ് യുവർ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ. ഞാൻ ഫ്രീ റാഡിക്കൽ എന്താ ചെയ്യുക, നമ്മുടെ CH2 ഡോട്ട് അങ്ങനെയുള്ള ഒരു ഫ്രീ റാഡിക്കൽ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് ഇവിടെ, അതിൻ്റെ അടുത്തേക്ക് വരും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യും. ആ ബോണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. സോ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ യു വിൽ ഹാവ് 2 അഡീഷൻ പ്രോഡക്റ്റ്. ഇതാണ് 1,4 അഡീഷൻ പ്രോഡക്റ്റ്. ഓക്കെ, ഇതാണ് ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക.